ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും വളരെ സോഫ്റ്റായിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. അധികം പശർമ ഇല്ലാത്ത പച്ചരി വേണം എടുക്കാൻ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 4 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കണം. ഇതിന് മൂടി വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരിപ്പയിലേക്ക് ഇത് അരിച്ച് മാറ്റി വെക്കാം. മിക്സിയുടെ വലിയ ജാറാണ് അരയ്ക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ടും ഉള്ളത് കൊണ്ട് തന്നെ 2 ഭാഗങ്ങളായിട്ട് അരച്ചെടുക്കാം. 1.5 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളമാണ് അരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാർ നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കപ്പി കാച്ചിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അരച്ച മാവിൽ നിന്നും 3 ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച ശേഷം കപ്പി കാച്ചിയെടുക്കാം. കൈവെക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മാവ് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് തണുപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നേരത്തെ അരച്ച് മാറ്റി വച്ചിരിക്കുന്ന മാവിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആകെ 2.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1.25 കപ്പ് വെള്ളം അരയ്ക്കാനും 1/4 കപ്പ് കപ്പി കാച്ചാനും 1/4 കപ്പ് ലാസ്റ്റ് ടൈമിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. കൈവച്ച് തന്നെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇതിനി ഒരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പൊന്തി വന്ന സമയം വേണം നമുക്ക് വട്ടയപ്പം റെഡിയാക്കി എടുക്കാം. ഒരു പ്ലേറ്റിലാണ് ഞാനിത് ആവി കയറ്റി എടുക്കുന്നത്. പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യ് തടവി എടുക്കണം. അതിനുശേഷം ഒരു 5 തവി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസ് വട്ടയപ്പം റെഡിയാക്കാൻ ഒരു 5 തവി മാവെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഇതിനൊരു ഇഡ്ഡലി ചെമ്പാണ് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 25 മിനിറ്റാണ് ആവി കയറ്റിയെടുത്തിരിക്കുന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാൻ. കൈവച്ച് നമ്മളൊന്ന് താഴ്ത്തുമ്പോൾ തന്നെ ഇത് വിട്ടു വരുന്നതാണ്. അതേമാതിരി വട്ടയപ്പം നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നിട്ട് അതിലുള്ള നീരാവി പോക്കേണ്ടതാണ്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ വട്ടയപ്പം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാൻ പാടുള്ളൂ. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചിട്ട് ഞാൻ അലങ്കരിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പഞ്ഞി പോലുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ വട്ടയപ്പം റെഡിയാക്കണമെങ്കിൽ മാവ് ഒന്നിച്ചൊഴിച്ച് 1 മണിക്കൂർ വരെ സ്റ്റീം ചെയ്ത് എടുത്താൽ മതിയാകും.
ഇവിടെ 3 അപ്പമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.